നാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പേജ് 172. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോ മിശിഹാ പരമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവിന്നപദാനങ്ങൾ കീർത്തിപ്പിൻ പുതുഗാനത്താൽ വാഴ്ത്തിപ്പാടി നമിക്കട്ടെ പാർത്തലമെല്ലാം ഉടയവനെ. മാമോദീസായോർദാനിൽ കൈക്കൊണ്ടവനാം മിശിഹായേ, ഭൂവിനു മോദം നൽകിയ നീ വാഴ്ത്തപ്പെട്ടവനവരതം. ദൈവത്തിൻ തിരുനീതി സദാ ഉദ്ഘോഷിക്കുന്ന ആകാശം, ജനതകളെല്ലാം കർത്താവിൻ ദിവ്യമഹത്വം ദർശിപ്പോ. നീതി എഴുന്നോർക്കീ ധരയിൽ സത്യവെളിച്ചമുദിച്ചല്ലോ. നിർമ്മല മാനസരേവർക്കും ആനന്ദം കൈവന്നല്ലോ. തന്നുടെ ദൈവിക നീതി അവൻ ജനതകൾ മധ്യേ വെളിവാക്കി. ദൈവിക രക്ഷാപദ്ധതികൾ ഭൂതലമഖിലം ദർശിച്ചു. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാന
അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവേ ആശീർവദിക്കട്ടെ. യാക്കോബ് കാൽനടയായി പൗരസ്ത്യരുടെ ദേശത്തേക്ക് സഞ്ചരിച്ചു. അവൻ നോക്കിയപ്പോൾ ഇതാ വയലിൽ ഒരു കിണർ. അവിടെ അതിനു മുന്നിലായി 3 ആട്ടിൻപറ്റങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. കാരണം ആ കിണറ്റിൽ നിന്നാണ് അവർ ആടുകളെ കുടിപ്പിച്ചിരുന്നത്. കിണറിൻ്റെ വായ്ക്കല്ല് വലുതായിരുന്നു. അവർ ആട്ടിൻപറ്റങ്ങളെയെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് കല്ല് കിണറിൻ്റെ മുകളിൽ യഥാസ്ഥാനം തിരികെ വയ്ക്കുകയും ചെയ്തിരുന്നു. യാക്കോബ് അവരോട് ചോദിച്ചു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ ഹാരാനിൽ നിന്നാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമോ? അറിയും എന്ന് അവർ പറഞ്ഞു. അവന് ക്ഷേമമാണോ? അവൻ ചോദിച്ചു. ക്ഷേമം തന്നെ. അവർ പറഞ്ഞു, ഇതാ അവൻ്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെയുണ്ടല്ലോ, ആടുകളെ ഒരുമിച്ച് കൂട്ടാനുള്ള നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ പോയി അവയെ മേയിക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ആട്ടിൻപറ്റങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുകയും കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റുകയും ചെയ്തിട്ടേ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു. എന്തെന്നാൽ അവൾ ഇടയ സ്ത്രീയായിരുന്നു. തൻ്റെ മാതുലൻ ലാബാൻ്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് ചെന്ന് കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റുകയും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നീട് യാക്കോബ് റാഹേലിനെ ചുംബിക്കുകയും ഉച്ചസ്വരത്തിൽ കരയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് റാഹേലിനെ അറിയിച്ചു. അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു. തൻ്റെ സഹോദരീ പുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ എതിരേൽക്കാൻ ഓടിയെത്തി. അവൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ സംഭവങ്ങളെല്ലാം ലാബാനോട് വിവരിച്ചു. ലാബാൻ അവനോട് പറഞ്ഞു, എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണല്ലോ നീ. 1 മാസക്കാലം അവൻ്റെ കൂടെ പാർത്തു. ഞങ്ങൾ കേട്ടവയെ ദൈവിക നഗരത്തിൽ നേരിൽ കണ്ടല്ലോ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദനഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കർത്താവിൻ കൃപയെ ദൈവിക ഭവനത്തിൽ ഞങ്ങൾ ഘോഷിപ്പൂ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദനഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ
ദുർജനഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദനഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം മിശിഹ വചനത്തിൻ്റെ പ്രാരംഭ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, മാമോദീസായുടെ പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി എന്നിവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്കിതിൽ മുന്നേറാം. ഒരിക്കൽ പ്രകാശിതരായവരും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൻ്റെ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവരെ മനഃപൂർവ്വം ദൈവപുത്രനെ കുരിശിൽ തറയ്ക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് വീണുപോയതിനു ശേഷം മാനസാന്തരത്തിലേക്ക് പുനരായനിക്കുക അസാധ്യം. പലവട്ടം തൻ്റെ മേൽ പെയ്യുന്ന മഴവെള്ളം കുടിച്ചിട്ട് ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങൾ മുളപ്പിക്കുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നാൽ മുള്ളുകളും ഞെരിഞ്ഞലുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പ്രയോജനരഹിതമാകും. അതിന്മേൽ ശാപം ആസന്നമാണ്. ദഹിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലും മെച്ചപ്പെട്ടതും രക്ഷാകരവുമായ കാര്യങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവർത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കുവാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഈ താല്പര്യം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉദാസീനരാകാതെ നിങ്ങൾ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹിമയണിഞ്ഞു വിളങ്ങും നാഥൻ രാജാധിപനായി വാണരുളുന്നു. ഉന്നത ശക്തി ധരിക്കും നാഥൻ പ്രാബല്യത്തോടു രാജിക്കുന്നു. നിത്യം വാഴും കർത്താവിൻ തിരു സിംഹാസനവും സുസ്ഥിരമല്ലോ. ആദനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ.
നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും മാമോദീസ നൽകുകയും ചെയ്യുന്നുവെന്ന് ഫരീസയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ ഈശോ നേരിട്ട് ആർക്കും മാമോദീസ നൽകിയിട്ടില്ല. ഈശോ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവൻ സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. യാക്കോബ് തൻ്റെ മകൻ യൗസേപ്പിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച ഈശോ ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. ഈശോ അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരിയാക്കാരി ഈശോയോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദന്മാരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. ഈശോ അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. ഈശോ അവളോട് മറുപടി പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ആർക്കും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. മറിച്ച് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിരിക്കും. അവൾ അവനോട് പറഞ്ഞു, പ്രഭു, ആ ജലം എനിക്ക് തരിക. മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ട. ഈശോ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. ഈശോ അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ ആരാധന നടത്തേണ്ട സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. ഈശോ പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത മണിക്കൂർ വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാകുന്നു. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന മണിക്കൂർ വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ അഭിഷക്തൻ വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. ഈശോ അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ ദനഹാകാലത്ത് കർത്താവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവരെയാണ് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. ഈശോയുടെ മാമോദിസ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നു. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം വനമേഖലകളിൽ നിന്ന് കേൾക്കുന്നു. അങ്ങനെ പുത്രനെ പരിശുദ്ധാത്മാവും പിതാവും വെളിപ്പെടുത്തി തരുന്നു. സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ മാതാപിതാക്കന്മാർ വരെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് ഈ കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക, ഈശോ തന്നെ ഒരു സമറിയാക്കാരിയോട് ഒരു പാപിനിയായ സ്ത്രീയോട് ഞാൻ തന്നെയാകുന്നു, അതായത് ഞാൻ എക്കാലവും ജീവിക്കുന്ന ദൈവം തന്നെയാകുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിന്ന് അനുസ്മരിക്കുക. ഈ സുവിശേഷ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർക്ക് കൂടുതൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം മെഡിറ്ററേനിയൻ കടലിനും അതുപോലെ തന്നെ ജോർദാൻ നദിക്കും ഇടയ്ക്കുള്ള ഒരു സ്ട്രിപ്പിലാണ് ഈ ഹോളി ലാൻഡ് സ്ഥിതി ചെയ്യുക, അല്ലെങ്കിൽ കാനാൻ ദേശം.
അവർ യോർദാൻ്റെ മറുകരയും അവർ താമസിച്ചിരുന്നു. എങ്കിലും അവിടെ 3 ഭാഗങ്ങളാണ് പ്രത്യേകിച്ചുള്ളത്. ഏറ്റവും സെൻട്രലായിട്ടുള്ളത് ജെറുസലേമാണ്, അല്ലെങ്കിൽ യൂദയായാണ്. പിന്നീട് അങ്ങ് നോർത്തിൽ ഗലീലിയുണ്ട്. അവിടെ യഹൂദന്മാരും വിജാതീയരും ഇടകലർന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് നസ്രത്ത് എന്ന യഹൂദ കോളനിയിൽ ഈശോ വളർന്നു വന്നത്. എന്നാൽ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് സമറിയ എന്ന് പറയുന്നത്. ആ സമറിയക്കാർ കൂടുതലും വിജാതീയ ദൈവങ്ങളെയും അതോടൊപ്പം തന്നെ യഹൂദരുടെ ഏകസത്യ ദൈവത്തെയും ആരാധിക്കുന്ന ഒരു സങ്കര വിഭാഗമായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് അവരും തമ്മിൽ എപ്പോഴും ശത്രുതയാണ്. അതുകൊണ്ടാണ് ഈ സമറിയക്കാർ ചോദിക്കുന്നത്, നമ്മൾ ഞങ്ങളിൽ സമ്പർക്കമില്ലല്ലോ, യഹൂദന്മാരും സമറിയക്കാരും തമ്മിൽ, പിന്നെ നീ എങ്ങനെ ഞങ്ങളോട് വെള്ളം ചോദിക്കുന്നത്? അതുകൊണ്ട് സാധാരണഗതിയിൽ യൂദയായിൽ നിന്ന് ഗലീലയിലേക്കോ ഗലീലയിൽ നിന്ന് യൂദായിലേക്കോ യാത്ര ചെയ്യുന്നവർ സമറിയ വഴി യാത്ര ചെയ്യുകയില്ല. അവർ യോർദാൻ നദി കടന്ന് അക്കരെ കടന്ന് അവിടെ നിന്ന് ആ തീരത്തുകൂടി താഴേക്ക് യാത്ര ചെയ്ത് വീണ്ടും യോർദാൻ നദി തിരിച്ച് ക്രോസ് ചെയ്തിട്ടാണ് ജെറുസലേമിലേക്ക് പോവുക. അതുപോലെ തന്നെ തിരിച്ചും സാധാരണഗതിയിൽ അതാണ് റൂട്ട് എന്ന് വരികയും വളരെ ഷോർട്ടായിട്ടുള്ള റൂട്ട് സമറിയ വഴിയാണ്. ഈശോ കൂടുതൽ ആളുകളെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നുവെന്ന് ഫരീസയരെ മനസ്സിലാക്കി. ഫരീസയരെ സംബന്ധിച്ചിടത്തോളം അവരാണ് യഹൂദന്മാരുടെ പ്രമാണിമാർ. അവർ തീരുമാനിക്കുന്ന പോലെ വേണം എല്ലാ കാര്യങ്ങളും നടക്കാൻ. അപ്പോൾ അതുകൊണ്ട് സ്നാപക യോഹന്നാൻ ആളുകളെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ പ്രതിനിധികളെ അയച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് അധികാരത്താലാണ് നീ മാമോദിസ നൽകുന്നത്? അതിന് നീ മിശിഹായാണോ? കാരണം മിശിഹ വരുമ്പോൾ ജ്ഞാനസ്നാനം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവനെ ഒരുക്കാനായിട്ട് വരുന്ന ഏലിയായാണോ? കാരണം ഏലിയ വരും, അത് സ്നാപകൻ തന്നെയാണ്. ആ ഏലിയ വീണ്ടും വരുമ്പോൾ സ്നാനം കൊടുക്കും, നീ അതാണോ? അതല്ലെങ്കിൽ നീ ഒരു പ്രവാചകനാണോ? 400 കൊല്ലമായിട്ട് ഇസ്രായേൽക്കാർക്ക് പ്രവാചകന്മാരില്ല, ഉള്ളത് വ്യാജ പ്രവാചകന്മാരാണ്. അതേ സമയത്ത് ഈശോ സ്നാപകന് ധാരാളം ശിഷ്യന്മാരുണ്ടായത് കൂടാതെ അതിനേക്കാൾ കൂടുതൽ ശിഷ്യന്മാർ ഈശോയ്ക്ക് ഉണ്ടാവുകയും ഈശോ തൻ്റെ അപ്പസ്തോലന്മാർ വഴിയായിട്ട് അല്ലെങ്കിൽ ശിഷ്യന്മാർ വഴിയായിട്ട് ധാരാളം ആളുകളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഈശോയോട് ശത്രുത ഫരീസയർക്ക് വർദ്ധിക്കുകയാണ്. അത് മനസ്സിലാക്കി തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അതുകൊണ്ട് ഈശോ അവിടെ വിട്ട് ഷോർട്ട് വഴി എടുത്ത് സമറിയ വഴി ഗലീലിയിലേക്ക് പോവുകയാണ്. ഗലീലിയയിൽ ഈശോയ്ക്ക് ശത്രുതയില്ല, കാരണം അവിടെ യഹൂദന്മാരും വിജാതിരും വളരെ ടോളറൻ്റായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് കഫർനാമിൽ പോയി വചനം പ്രഘോഷിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് യാക്കോബിൻ്റെ കിണർ സ്ഥിതി ചെയ്യുന്ന ഷെക്കമിൽ അവിടെ ചെല്ലുക. അവിടെ ചെല്ലുമ്പം നട്ടുച്ച നേരമായി. 6 മണി എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് 6 മണി, രാവിലത്തെ 6 മണി മുതൽ അവർ കണക്ക് കൂട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ 12 മണിക്ക് പകരം അവിടെ 6 മണി എന്ന് പറയുമ്പോൾ നട്ടുച്ച നേരത്ത് അവിടെ ചെന്നു. അപ്പോൾ ഈശോയ്ക്ക് ശിഷ്യന്മാർക്ക് വിശക്കാൻ തുടങ്ങി. ശിഷ്യന്മാരെല്ലാവരും ഭക്ഷണം മേടിക്കാനായിട്ട് പോയ സമയത്ത് ആണ് ഈ സമറിയക്കാരി സ്ത്രീ വരുന്നത്. ഇവിടെ വിചിത്രമായൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്ത്രീ വരുന്നത് നട്ടുച്ച നേരത്താണ്. സാധാരണ നമ്മുടെയൊക്കെ പഴയ കാലത്ത് പൈപ്പൊന്നും ഇല്ലാതിരുന്ന കാലത്ത് സ്ത്രീകൾ വെള്ളം കോരാൻ പോകും. സാധാരണ പോകുന്നത് വൈകുന്നേരങ്ങളിലാണ്. ഒരു ദിവസത്തേക്ക് വേണ്ട വെള്ളം മുഴുവൻ സംഭരിക്കും. ഇനി അത് വെള്ളം കുറവാണെങ്കിൽ രാവിലെ പോകും. നട്ടുച്ച നേരത്താരും വെള്ളം കോരാൻ പോവുകയില്ല. ഇവിടെ നട്ടുച്ച നേരത്ത് വരുന്നു. രണ്ടാമത് ഇവൾ ഒറ്റയ്ക്കാണ് വരിക. സാധാരണഗതിയിൽ വെള്ളം കോരാൻ സ്ത്രീകൾ പോകുമ്പോൾ ചില ദൂരം യാത്രയുണ്ടെങ്കിൽ സ്ത്രീകളുടെ സംഘമായിട്ടാണ് പോവുക, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി. എന്നാൽ ഇവൾ ഒറ്റയ്ക്കാണ് വരിക. അതിൻ്റെ അർത്ഥം ഇതാണ്, അവളെ സംബന്ധിച്ച് ബാക്കി സ്ത്രീകളെല്ലാം അവളെ വെറുക്കുന്നു. അതുകൊണ്ട് അവൾ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. അതുകൊണ്ട് മറ്റു സ്ത്രീകളൊന്നുമില്ലാതെ അവൾ ഒറ്റയ്ക്ക് നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വരികയാണ്. അതുകൊണ്ട് വിജനമായൊരു സ്ഥലമാണ്. അവിടെയാണ് ഈശോയും ഇവളും തമ്മിൽ ഉള്ള സംഭാഷണം നടക്കുക. ഈശോ അവളോട് വെള്ളം ചോദിക്കുന്നത് ഒരു ഡയലോഗിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ഒരുക്കുകയാണ്. കാരണം തന്നെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അതിന് മുമ്പ് നിക്കോദേമോസുമായിട്ട് സംസാരിച്ചതുപോലെ ഇവളുമായിട്ട് ഒരു ഡിബേറ്റ് പോലെ നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വെള്ളം തരാൻ പറയുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നു, നമ്മൾ നിങ്ങൾ സമ്പർക്കമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ വെറും ജലമല്ല ഞാൻ തരുന്നത്, നിത്യമായ ജീവൻ നൽകുന്ന വെള്ളം, ജീവൻ നിലനിർത്തുന്ന ജീവൻ തന്നെയാണ് ജീവജലമാണെങ്കിലും ഈശോ പറയുന്നത് ഞാൻ നിനക്ക് എക്കാലവും ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ നൽകും. പക്ഷെ അതവൾക്ക് മനസ്സിലാകുന്നില്ല. രണ്ടുപേരും രണ്ട് സങ്കല്പത്തിലാണ്. അവൾ ഭൗതികമായ ജലത്തെക്കുറിച്ചും ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമാണ് പറയുക. അതുകൊണ്ടാണ് അവൾ ചോദിക്കുന്നത്, ഈ ആഴമുള്ള കിണർ, നിൻ്റെ കയ്യിൽ കോരാനുള്ള പാത്രമില്ല, പിന്നെയാണോ നീ ഞങ്ങൾക്ക് ജീവജലം തരിക? അപ്പോൾ അതിനൊരു ആ സംഭാഷണത്തിലൂടെ പരസ്പരം വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അവൾ പറയുന്നുണ്ട്, നീ ഒരു യഹൂദനല്ലേ എന്ന് ചോദിക്കുന്ന അവൾ ചോദിക്കുന്നത് പ്രഭോ എന്നാണ് അവൾ അഭിസംബോധന ചെയ്യുക. കാരണം അവൾക്ക് മനസ്സിലായി, ഇവൻ്റെ വേഷം കൊണ്ട് യഹൂദനാണെങ്കിലും ഇവന് കുറെ കൂടി ദിവനായൊരു മനുഷ്യനാണ്, അറിവുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് അവൾ പ്രഭോ എന്ന് വിളിക്കുന്നു. മൂന്നാമത് വരുമ്പോൾ അവൾ നീ ഒരു പ്രവാചകനാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്നാൽ ഈശോ അവൾ വെളിപ്പെടുത്തുന്നത് ഇതിലെല്ലാം ഉപരിയായി ഞാൻ തന്നെയാകുന്നു. കാരണം മോശ
മുൾപ്പടർപ്പിൽ വെച്ച് ദൈവത്തെ കണ്ടപ്പോൾ ഞാൻ ഈ ഇസ്രായേൽ ജനത്തോട് എന്താണ് പറയേണ്ടത്, നീ എന്നെ ആരയച്ചത് എന്ന് പറയണമെങ്കിൽ നീ ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ദൈവം അവനെ വെളിപ്പെടുത്തുന്നത് ഐ ആം ഹു ഐ ആം. അതായത് എക്കാലവും നിൽക്കുന്ന, ആരാലും സൃഷ്ടിക്കപ്പെടാത്ത, മറ്റുള്ളവർ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, എക്കാലവും നിലനിൽക്കുന്ന ഐ ആം, ഞാൻ അസ്തിത്വം എക്കാലവുമുള്ള അവനാണ് ഞാൻ എന്ന് വെളിപ്പെടുത്തുന്നു. അതുതന്നെയാണ് ഈശോ ഇവളോട് പറയുന്നത് ഐ ആം ഹു ഐ ആം, അതാണ് ഞാൻ എന്ന് അവൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ അവൾ അതിന് ശേഷം ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ കുടം അവിടെ വെച്ചു. അവൾ വെള്ളം കോരാൻ വന്നേ അവൾ വെള്ളം കൊണ്ട് പോവുകയല്ല, അതിനേക്കാൾ തിരക്ക് കൂട്ടിക്കൊണ്ട് പാത്രം അവിടെ വെച്ചിട്ട്, കാരണം വെള്ളം കൊണ്ട് അവർ പോയാൽ അവൾക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. വളരെ ഫാസ്റ്റായിട്ട് അവളുടെ ഗ്രാമത്തിലേക്ക് പോയിട്ട് ഈ ആളുകളോടെല്ലാം പറയുകയാണ്, ഇതാ യഹൂദന്മാർക്ക് വിശ്വസിക്കുന്ന, നമ്മൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായ രക്ഷകൻ വന്നിരിക്കുന്നു, നിങ്ങൾ വേണമെങ്കിൽ വന്ന് കാണുക. അപ്പോൾ നമ്മൾ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമേ കണ്ടുള്ളൂ. അവരെല്ലാവരും ഓടി വരികയും അവർ ഈശോയെ അവരുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയും 2 ദിവസം ഈശോ അവരുടെ കൂടെ പാർക്കുകയും ഈശോയിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുക, ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ ഒരു സംശയം വരിക, ഈശോ പറയുന്നുണ്ട് നീ നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. അത് അവൾക്കൊരു ചലഞ്ച് കൊടുക്കുകയാണ്. കാരണം അവൾക്ക് ഭർത്താവില്ല, എന്നാൽ അവൾ ലിവിങ് ടുഗദറാണ്, വേറൊരു പുരുഷനുമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് 1 അല്ല 5 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്. അതായത് ക്രിസ്തുവിന് മുൻപ് 732 ആണ്ടിൽ അവിടെ അസിറിയക്കാർ, യഹൂദന്മാർ, ഇസ്രായേൽ ജനം എഫ്രൈം, മനാസെ ഗോത്രങ്ങൾ താമസിച്ചിരുന്ന ഭാഗമാണ് സമറിയ. അവിടെ അവരും പാപം ചെയ്തു, പ്രവാചകന്മാർ പറഞ്ഞിട്ട് അവർ കേൾക്കാതെ വന്നപ്പോൾ അസീറിയൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള അറ്റാക്ക് ഉണ്ടാവുകയും അവരെ അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിച്ച് കളഞ്ഞു. അതിന് പകരമായിട്ട് 5 സ്ഥലങ്ങളിൽ നിന്നുള്ള ബാബിലോൺ, കുത്ത, ആവ, ഹമാത്ത്, സെഫാർവായും എന്ന് പറയുന്ന 5 നഗരങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചു. അപ്പോൾ അവിടെ അങ്ങനെ പാർപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ ദൈവങ്ങളെ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ ദൈവങ്ങളെ ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാവുകയും സിംഹങ്ങളുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. കാരണം മരുഭൂമിയിലൊക്കെ സിംഹങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ സിംഹങ്ങൾ ആക്രമിച്ചപ്പോൾ അവർ അസിറിയൻ ചക്രവർത്തിയോട് പറഞ്ഞു, ഞങ്ങളാകപ്പാടെ വിഷമത്തിലാണെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാരുടെ ഒരു പുരോഹിതനെ അയച്ചിട്ട് ദേശത്തിൻ്റെ ദൈവത്തെ ആരാധിക്കാനായിട്ട് അവർക്ക് പരിശീലനം കൊടുത്തു. അങ്ങനെ അവർ യഥാർത്ഥ സത്യ ദൈവത്തെ കൂടി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ സിംഹങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് അവർ രക്ഷ പ്രാപിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ യഥാർത്ഥ ദൈവത്തെയും ആരാധിക്കും, അവർ അതോടൊപ്പം തന്നെ വിജാതീയ ദൈവങ്ങളെയും ആരാധിക്കും. ചിലർ അമ്പലത്തിലും പോകും, പള്ളിയിലും പോകുന്ന പോലെ. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടാണ് യഹൂദന്മാർ ഈ സമറിയാക്കാരെ വെറുക്കുവാനിടയായത്. അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഈ സമറിയ നഗരത്തെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ 5 തരം ദേവന്മാരുണ്ട്. ഈ 5 ദേവന്മാരും നിങ്ങളുടെ ദേവനല്ല. നിങ്ങളുടെ യഥാർത്ഥ ദേവൻ എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന ജെറുസലേമിൽ ആരാധിക്കപ്പെടുന്ന ഏക സത്യ ദൈവമാണ്. മറ്റൊന്ന്, ഇവിടെ സോളമൻ രാജാവിൻ്റെ മകനായിരുന്ന റഹോബോവാം, അദ്ദേഹം അന്യായമായ നികുതി ഏർപ്പെടുത്തിയ സമയത്താണ് ജെറോബോവാം എന്ന് പറയുന്ന പട്ടാളത്തലവൻ അവർക്കെതിരായിട്ട് നോർത്തേൺ ഇസ്രായേൽക്കാരുമായിട്ട് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ 2ആയി വിഭജിച്ചു, നോർത്തേൺ ഇസ്രായേലും സദേൺ ഇസ്രായേലും. അപ്പം 10 ഗോത്രങ്ങൾ നോർത്തിലുള്ളവർ. അപ്പോൾ അതുകൊണ്ട് ജെറോബോവാം ഒരു കാര്യം ചെയ്തു, ജെറുസലേമിലേക്ക് ആരും ആരാധിക്കാൻ പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം 2 അമ്പലങ്ങൾ നിർമ്മിച്ചു. ഒന്ന് ഷെക്കമിലും മറ്റൊന്ന് അങ്ങ് നോർത്തിലെ ഡാനിലും. അതാണ് കേസറിയ ഫിലിപ്പി പ്രദേശത്ത്. അപ്പോൾ അങ്ങനെ അവിടെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങളാരും ഇങ്ങോട്ട് പോകരുത്. ചുരുക്കം ചില ആളുകൾ ജെറുസലേമിലേക്ക് പോയി, അഷേർ വംശജർ ഉൾപ്പെടെയുള്ള ചില ആളുകൾ. കൂടുതൽ പേരും ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഈശോ പറയുക, നിങ്ങൾ ഈ മലയിൽ, ഷെക്കേം മലയിലോ അല്ല, ജെറുസലേമിലും അല്ല, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. എന്താണ് ഈ ആത്മാവും സത്യത്തിലും ആരാധിക്കുക? ജെറുസലേം ദേവാലയം നമുക്കറിയാം 40 കൊല്ലം കഴിഞ്ഞ് 70-ാം ആണ്ടിൽ നശിപ്പിക്കപ്പെട്ടു. കർത്താവ് പറഞ്ഞത് ഇന്നും പ്രായോഗികമാണ്. 2000 കൊല്ലം കഴിഞ്ഞിട്ടും ജെറുസലേം ദേവാലയത്തിൽ ആരാധന നടക്കുന്നില്ല. മറിച്ച് എന്താണ് സംഭവിക്കുക? ആത്മാവിലും സത്യത്തിലും. ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. സത്യം എന്ന് പറയുന്നത് ഈശോ പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അതായത് സത്യം എന്ന് പറയുന്നത് പുത്രൻ തമ്പുരാനാണ്. അതുകൊണ്ട് പിതാവായ ദൈവത്തെ ആരാധിക്കുന്നത് ഇനി മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവിലും പുത്രനായ ദൈവത്തിലും കൂടിയായിരിക്കും. അതാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിലൂടെയും പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു എന്നും ഈശോ അവളോട് പ്രവചനാത്മകമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഈശോ ആർക്കാണ് തന്നെ വെളിപ്പെടുത്തുക? എളിയവരായ ആളുകളിലൂടെയാണ് പലപ്പോഴും ഈശോ വെളിപ്പെടുത്തുക. വലിയ ജ്ഞാനികൾ, വലിയ സമ്പന്നന്മാർ, അങ്ങനെ ഫരിസേയർക്കോ അന്നത്തെ പുരോഹിത പ്രമുഖന്മാർക്കോ കിട്ടാത്ത പ്രിവിലേജാണ് ആട്ടിടയന്മാർക്ക് കിട്ടി. അങ്ങ് വിജാതീയരായ പൗരസ്ത്യദേശത്തുള്ള വിജാതീയരായ രാജാക്കന്മാർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു പാപിനിയായ ഒരു സ്ത്രീ, അവൾ ഒന്നൊരു വനിതയാണ്. അക്കാലത്ത് ഈ പുരുഷന്മാരാരും അപരിചിതരായ സ്ത്രീകളോട് വർത്തമാനം പറയല. അതാണ് അവൾക്ക് അതിശയപ്പെടുത്തിയത്. രണ്ടാമത് അവൾ പാപിനിയാണ്. അവൾ 5 ഭർത്താക്കന്മാരല്ലാതെ വെച്ചുകൊണ്ടിരിക്കുന്ന അത്ര പരസ്യ പാപിനിയായ ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ അവർ യഹൂദന്മാരുടെ ശത്രുവായ സമറിയാക്കാരാണ്. എന്നിട്ട് പോലും അവളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും അവളിലൂടെ ഒരു സമറിയ നഗരത്തെ മുഴുവനും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ എത്ര പാപികളാണെങ്കിലും, എത്ര വിനയാന്വിതരാണ്, എത്ര കുറവുകളുള്ളവരാണെങ്കിലും ദൈവം നമ്മളെ തേടി വരും. അതുകൊണ്ട് ആ ദൈവത്തോട് പ്രതികരിക്കുവാനും എളിയവരെ പുച്ഛത്തോടെ കാണാതിരിക്കാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനും ഈശോയെപ്പോലെ നമുക്ക് സാധിക്കണം. അവരിലൂടെ നമ്മൾ എത്ര എളിയവരാണെങ്കിലും ആ സമറിയാക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് അവളുടെ ദൗത്യം ഒഴിവാക്കിയിട്ട് അവൾ ഓടിച്ചെന്ന് നഗരവാസികളെ കൂട്ടിക്കൊണ്ട് വന്നതുപോലെ ആവേശത്തോടുകൂടി മറ്റുള്ളവരോട് കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ രക്ഷ പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. ഈശോയെപ്പോലെ നമ്മളും ദാഹിക്കുന്നത് ഭൗതികമായ എന്നതിനേക്കാൾ ഉപരിയായി ആത്മാവിലും സത്യത്തിലും നമുക്ക് കൃപ പ്രദാനം ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കേണ്ടത്. അതുകൊണ്ട് ആ ജലത്താലും ആത്മാവിനാലും സ്ഥാനപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ജ്ഞാനസ്നാന ഇതിലൂടെ ലഭിച്ച കൃപയ്ക്ക് അനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് സ്വയം വെളിപ്പെടുത്തി തന്ന ആ ദൈവത്തിൻ്റെ ആ കൃപ മനസ്സിലാക്കി അനുഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും ഭക്തിയും കൊടുന്ന് കർത്താവ് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. യുവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്നും പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായി കർത്താവ് ദൈവം അതിനേറ്റ് പറയുവാൻ സഭ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാളിൽ മാമോദീസ സ്വീകരിച്ച മിശിഹായി നിന്റെ കൽപ്പനകൾ വിശ്വസ്താപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു. യോർദാൻ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധത്വത്തിന്റെ കൂട്ടായ്മ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നിലയിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു. നിശ്ചയാർത്ഥ പ്രബുദ്ധരവനായ ഞങ്ങളുടെ പരിശുദ്ധ മലയ പാപ്പായെയും ഞങ്ങളുടെ സർവ്വപിതാവ് തലവനുമായ ബേജ് രാജപേഷന്മാർ റാഫേൽ മെത്രാപൊലിത്തായെയും ഞങ്ങളുടെ ദുർബാധ്യക്ഷന്മാർ മാത്യു മെത്രാപൊലിത്തായെയും ഞങ്ങളുടെ പിതാവ് ദുർബാധ്യക്ഷന്മാർ ജോയ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയായി ഞങ്ങളെല്ലാം രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ ഞങ്ങൾ കൈവിലെ തലമുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവൻ. കർത്താവെ ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തൻ കഠിനമായി പീഡനം അനുഭവിച്ച് വീണ്ടെടുത്ത ആചകണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവെപ്പോഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി കർത്താവെ അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോജ്യതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ
ഭക്തിയുടെ ശ്രദ്ധയോടും കൂടെ വിശ്വരഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവ് മഹത്വത്തോടെ ഭരണം നടത്തുന്നു. നിങ്ങൾ അക്ഷയ ജീവനണിഞ്ഞിടുവിൻ. മാമോദീസ യോർദാനിൽ നാഥൻ കൈക്കൊണ്ടിടുകയാ. നിർമ്മലനായി തണ്ണീരുറവെല്ലാം താതനും അതുപോലാത്മജനും ദിവ്യ റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമോർത്തിടാം. പാവന ഈ ബലിയിൽ എന്നേക്കും ആമേൻ. സുതരുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേനാമേൻ. മാർത്തോമായെയും നീണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചുരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആദിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത്
പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. പേജ് 100 മാർത്തയതോറിൻ്റെ കുദാശക്രമം. സകലത്തിൻ്റെയും നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പത്രികസ്മാരും മേജർ ബിഷപ്പ്മാരും മിത്രാപൊലീത്തമാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും വിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്ത് വേർവിട്ട് പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗാധിപത്യത്തിനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വനാഥനായ ദൈവം തന്റെ അഭിഷേകം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിൻ്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും അവർണ്ണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങളെ യോഗ്യരാണെങ്കിലും പരിശുദ്ധവും സുദീർഘവുമായ ഈ ദൈവരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതൻ്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവ്യസുദിനം പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിലും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ. അഖിലചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പും. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും
അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങയിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേക ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അഭിവാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്തിഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുവരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങേ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോകം സൃഷ്ടിക്കും മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിൻ്റെ തികവിൽ അവിടുന്ന് തൻ്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാകുന്നു. സകലത്തിൻ്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനും അവിടുന്ന് ആകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ച് കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ വിശുദ്ധ സ്ലീഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു: ഇത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം എളിയവരും ബലഹീനരും നിസ്സാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപം മൂലം അയോഗ്യരായിരുന്നിട്ടും അങ്ങ് കാരുണ്യാതിരേകത്താൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും
പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായ ഈ ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹാ വഴി ഞങ്ങൾക്ക് എല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ഈ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ തൃത്വത്തിന് മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നും വസിക്കാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്നും അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കാനിടയാക്കണമേ. ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. സത്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോയി മെത്രാനും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരും മൽമായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനും ഇടയാക്കണമേ. ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടി തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരാനിടയാക്കണമേ. പാപിയും അയോഗ്യനുമായ ഈ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്താൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും മത്സരത്തിൻ്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിൻ്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങ് ആദ്യം മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് ഈശോ മിശിഹാ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവൻ്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവെ, ആരാധനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ ഈ സ്തോത്രബലികാരണിയോട് സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെ മേലിറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമാമിതം സ്തുതിക്കുകയും ആരാധിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും
രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുളവാദ സ്വർണ്ണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരത്തിലേക്ക് ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പിടിച്ച് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, കുഞ്ഞുങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. മനുഷ്യകുലത്തെ ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് മോചിക്കുന്നവനെ നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ കൃപയാൽ കടങ്ങളുടെ പ്രതിക്കായി തന്റെ ശരീരത്തിലാകാം സ്വർഗീയ ദാനം നമുക്ക് നൽകി. ഹല്ലേലൂയ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. പാപഭോജനത്തിലകുന്ന ദൈവകൃപയുടെ ദാനം കാണുവിൻ. സഹോദരരെ, ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ. സ്വർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവിൻ തിരുമുൻപിൽ
നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ. നിന്റെ മാംസനീളങ്ങളാൽ പാപമോചനം നേടി ധന്യരാ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവിതാകം ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് വീഴ്പങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായി ദൈവത്തിന് സ്തുതിയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഏതാനും കാര്യങ്ങൾ അറിയിക്കുന്നു. അഭിമന്യ മാർ മാത്യു മാക്കയിൽ പിതാവിൻ്റെ അനുസ്മരണ ദിനമാണ് നാളെ. നാളെ വൈകുന്നേരം 7 മണിക്കുള്ള കുർബാനയിൽ പ്രത്യേകം അനുസ്മരിക്കുന്നതാണ്. നമ്മളുടെ പ്രതികൂലമായ കാലാവസ്ഥ മൂലം നാളെ രാവിലെ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല, വൈകുന്നേരം 7 മണിക്കായിരിക്കും കുർബാന ഉണ്ടായിരിക്കുകയുള്ളൂ. നാളെ മുതൽ 3 ദിവസത്തേക്ക് 3 നോമ്പ് അല്ലെങ്കിൽ നിനവേ ഉപവാസം, അതുപോലെ തന്നെ വ്യാഴാഴ്ച, അതിനുശേഷമുള്ള തിരുനാൾ ദിവസമായിട്ടാണ് സഭ ആചരിക്കുക. സാധിക്കുന്നിടത്തോളം നമ്മൾ നിനവേ അല്ലെങ്കിൽ 3 നോയമ്പിൻ്റെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. സെൻറ്റ് സേവിയർ കൂടാരയോഗം അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് എബി ആൻഡ് സിനി മ്യാലിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. നമ്മുടെ ഇടവകയുടെ കഴിഞ്ഞ 2 വർഷത്തെയും ഈ വർഷത്തെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഫെബ്രുവരി 3-ാം തീയതി 7 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം, ഫെബ്രുവരി 3-ാം തീയതി ചൊവ്വാഴ്ച 3 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ അക്കൗണ്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഷിക പൊതുയോഗം ഫെബ്രുവരി മാസം 8-ാം തീയതി ഞായറാഴ്ച 7:30 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഫാമിലി ബോണ്ടിങ് ഇയർ പ്രമാണിച്ച് നമ്മൾ സേക്രഡ് ഹാർട്ട് കൂടാരയോഗത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ബ്ലെസ്സിങ് ഇന്നാണ് ക്രമീകരിച്ചിരുന്നത് എന്ന് വരികിലും അത് അടുത്ത പിന്നത്തെ ഞായറാഴ്ചയിലേക്ക് ഫെബ്രുവരി 8-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ കുർബാനകൾ ലൈവ് സ്ട്രീം ചെയ്യുന്ന KBTVക്കും പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളെ സഹായിക്കുന്ന ടോണി കല്ലടാന്തിയിലും അവരുടെ വോളണ്ടിയർ സർവീസിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും അറിയിക്കുന്നു. പ്ലീസ് സ്റ്റാൻഡ്. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാനും അവിടുത്തെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേരാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന എൻ്റെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ദൈവം നിത്യസമാരാധ്യൻ ഭൂവിലയച്ചു തൻ സുതനെ, യോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി. പാവന രക്തശരീരത്താൽ മാനവപാപം നീക്കിമുതാ ദത്തവകാശം നൽകിയവൻ നിങ്ങൾക്കാശിസ്സേകട്ടെ. നരരെ ദൈവിക സുതരാക്കി സത്യത്തിൻ പരിപൂർണതയിൽ കാത്തു നയിക്കും റൂഹാദൻ ശക്തിയും അൻപും ചൊരിയട്ടെ. ജീവനെഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നീ എന്റെ വെളിച്ചം
ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ അമ്മേ നീയൻ അഭയമല്ലേ നീ എന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ അമ്മേ നീ